ചോര വെടിനിറങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓ മൈ ഗോഡ്, ഈ തണുപ്പത്ത് ഞാൻ എങ്ങനെ പോകും ഗൈസ്? മഞ്ഞ് മൂടിക്കിടക്കുവാണ്. എന്നെ ഫ്ലൈറ്റൊന്നും ക്യാൻസൽ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവക്കാണെങ്കിൽ സംശയമാണ് ഞാൻ ഇനി നാട്ടിലേക്ക് പോകുന്നുണ്ടോ. ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നേപ്പാൾ പോവും. നാട്ടിലതിൽ നല്ല സ്ഥലങ്ങളല്ലേ. നാട്ടിൽ പോകാൻ നമുക്ക് പ്ലാനില്ല നിലവിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും ഇപ്പോൾ തന്നെ വരും. എനിക്ക് അവിടെ പോയി കിടക്കുകയാണ്, തണുത്തിട്ട് മുട്ടിടിക്കണം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട്. ഓ ഐ എം സോറി, can I get in? Yes. Thank you. Good morning. Thank you. I'm good, thank you. It's freezing, yeah? -6, yeah? -6. Yeah. Oh my god. We're going to Terminal 1, yeah? Terminal 1, yeah. Departure. ടാക്സി വിളിച്ചാൽ നമ്മുടെ വണ്ടിയായിരുന്നെങ്കിലോ സമയത്ത് എത്തത്തില്ല. പിന്നെ ഏതൊക്കെയോ ഉടായ്പൂരി കൂടെ എന്നെ കൊണ്ടുവന്നുണ്ട്. ക്ലീനായിട്ട് കാണായിരുന്നു. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. Thank you very much. Thank you so much, mate. Have a good day. You too. And have a good journey. Be safe, mate. Be safe. പോയി ഡിപ്പാർച്ചർ. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഈ ക്യൂ മൊത്തം കഴിഞ്ഞിട്ട് വേണം ഞാൻ അവിടെ ചെല്ലാൻ. എന്തായാലും നമ്മൾ ചെല്ലാണ്ട് ഫ്ലൈറ്റ് എടുക്കില്ല. സോ വെയിറ്റ് ചെയ്യാം. അത്ര വലിയ എയർപോർട്ടൊന്നും അല്ല കേട്ടോ, ചെറിയൊരു എയർപോർട്ടാണ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. ഞാനോർത്ത് കുറച്ചുകൂടി വലുതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകണം. ലഗേജൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് അടുത്തത് അങ്ങനെ അതും കഴിഞ്ഞു. നേരെ ഗേറ്റിലേക്ക് പോകണം. ഇപ്പം തന്നെ ഞാൻ ലേറ്റാണ്. പിന്നെ ഇവിടെ ഈ വഴി പോകുമ്പോഴാണ് ഒന്ന് നിൽക്കാൻ തോന്നുന്നത്. പക്ഷെ കാര്യമില്ല, ഇതിലും നല്ല കിടിലൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകണേ. അവിടെ ഇതിലും കൂടിയ സാധനം കിട്ടും. മൈ ഫേവറേറ്റ് ചെറി. £11 വേണ്ട, നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ മേടിക്കാം. ഇനിയിപ്പം 10-15 മിനിറ്റും കൂടി ഉള്ളൂ. 15 മിനിറ്റ് ഇടയ്ക്കാണ് ഞാൻ ഈ പരിപാടിയെല്ലാം കാണിക്കണത്. ഏതൊക്കെ ഉമ്മാരെന്നെ കാണിക്കണേ. കാറൊക്കെ മേടിക്കേറ്റ് നിർത്തിയിട്ടുണ്ട്. ഗൾഫെയർ 29-ലാണ്. മിക്കവാറും എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവാൻ സാധ്യതയുണ്ട്. വയസ്സായി നീ അവിടെ നോക്കി നിൽക്കട്ടോ, അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ഞാൻ വരാം. എല്ലാവരും അങ്ങോട്ടല്ല നടക്കുന്നത്. ഈ സുന്ദരി മാത്രം എന്താ ഇങ്ങോട്ട് കിടക്കുന്നത്? അല്ല ഇത് അല്ല. പാവം ക്ലീൻ ചെയ്യാൻ നോക്കി. ഇവിടെയൊക്കെ വല്ല പണിയും കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കച്ചവടത്തിന് കൊണ്ട് ആവശ്യമില്ലായിരുന്നു. ദൈവം, ഇത്രയും മഞ്ഞാട്ടോ. ഫ്ലൈറ്റ് തെന്നിപ്പോയില്ല ഈ മഞ്ഞത്ത് വണ്ടി പിടിച്ച് ചെയ്യുമ്പോൾ. നമ്മുടെ ഫ്ലൈറ്റ് ഇതൊന്നും നോക്കട്ടോ. ഇതൊക്കെ ഓടുന്നതാണോ? ഇത് ഒടുങ്ങിയതൊക്കെ ഇതിന് കളർ മങ്ങി കിടക്കണയാണോ നമ്മുടെ ഫ്ലൈറ്റ്? ഓ Gulfear. I advertise there. Oh. It's for Bahrain. Your country flight, yeah. അവൻ പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിമാനമെന്നാണ്. നമ്മുടെ ഫ്ലൈറ്റ് ആണോ കിടക്കുന്നത്? ഗൾഫെയർ. ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് 11 മണിക്കാണ് ബഹ്റിനിലെത്തുന്നത്. പക്ഷേ 10:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. 2 ഫ്ലൈറ്റ് മിസ്സാവും. ബഹ്റിനിൽ നിന്ന് ഡൽഹിക്കുള്ളതും ഡൽഹിയിൽ നിന്ന് നേപ്പാളിനുള്ള ഫ്ലൈറ്റ് മിസ്സാവും. No, it's okay. You can sit here. Yeah. Aircraft is fitted to
ഈ ഉരുണ്ട ഭൂഗോളത്തിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ മാഞ്ചസ്റ്ററിലാണ് കിടക്കുന്നത്. അവിടുന്ന് നേരെ ഇതേ ബഹ്റൈനിലെത്തി. അവിടുന്ന് നേരെ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് നമ്മൾ നേപ്പാൾ, കാഠ്മണ്ഡു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡിൽ നടക്കുന്നത്. ഉള്ള ഫ്ലൈറ്റും പോയി മൂഞ്ചി കുത്തിയ അവസ്ഥയായി. അടുത്ത ഫ്ലൈറ്റിന് നാളെ രാവിലെ കൊള്ളുമെന്നാണ് ഇവർ പറയുന്നത്. ആ ഫ്ലൈറ്റും കൂടി കിട്ടിയില്ലേ നേപ്പാൾ പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെയാണ് ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഗൾഫ് എയറിൽ വരില്ല. ഇന്ന് രാത്രി 10 മണിക്ക് പോകേണ്ട ഞാനാണ് നാളെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റ്. ഒരു കാര്യം പറഞ്ഞാൽ ഹോട്ടൽ അക്കോമഡേഷനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ വെറും വേസ്റ്റ് സർവീസായിരുന്നു, വെറും വേസ്റ്റ് സർവീസ്. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഗൾഫ് എയറിൽ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുക. വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് എടുക്കുക. വേറെ ഒരു ഫ്ലൈറ്റിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി പോകേണ്ട ഫ്ലൈറ്റാണ്. അവർ ഡിലേ ആക്കി ഇനിയിപ്പം അവർ ഞായറാഴ്ചത്തേക്ക് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. 4 ദിവസം ഇവിടെ സ്റ്റേ അടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന കണക്ക് നാളത്തേക്ക് ആക്കി തന്നു. സംസാരിച്ച് എൻ്റെ പൊന്നെ ഇതുപോലൊരവസ്ഥ. ഇടിവട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയിൽ എന്നെ ബഹ്റിനിൽ പിടിച്ചു നിർത്തിയേക്കുവാണ്. ഇവിടെ ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞപ്പം ഇവർ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു മറ്റേ നമ്മുടെ ക്യാമ് വെച്ചിട്ട്. എന്നിട്ട് അവന്മാരെന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചെക്ക് ചെയ്യണം, എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ചിലപ്പോൾ എനിക്കിനി ഞായറാഴ്ച ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ. മിക്കവാറും ഉമ്മാർ ഇവരുടെ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വിടും. അപ്പോൾ ഉമ്മാരുടെ അടുത്ത് മുട കാണിച്ച് കഴിഞ്ഞാൽ ഉമ്മാർ ഇങ്ങനെയുള്ള പണി തരും. മൊത്തത്തിൽ അടപടലം മൂഞ്ചി പണി പാളി എന്നാണ് തോന്നുന്നത്. ഉമ്മാർ ഇനി വന്ന് എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എന്നാ വെച്ചാൽ നോക്കാം. യാത്ര മുടങ്ങി എന്നെ ചെയ്യണമെന്നറിയാം.